അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പുതിയ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കസ്റ്റഡിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, പകരം അറസ്റ്റിലായിരിക്കുന്നു. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. കോൺഗ്രസിന്റെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA അറസ്റ്റിലായിരിക്കുന്നു. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇന്നലെ അർദ്ധരാത്രി, അതായത് ഇന്ന് പുലർച്ചെ 12:15 മണിയോടുകൂടിയാണ് പാലക്കാട്ടെ KPM എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ട സ്വദേശിനിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത ഇന്ന് ഈ വാർത്താ ദിവസത്തിന്റെ തുടക്കത്തിൽ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് MLA, കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൺഗ്രസ് നേതൃത്വം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച അവരുടെ യുവ തുർക്കിയായി അവതരിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ തനിനിറം പുറത്തു വരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു. ഇതാ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 14 സെക്കൻഡ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. ഈ നിമിഷവും അയാൾ കോൺഗ്രസിന്റെ MLA ആയി തുടരുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇറങ്ങാൻ യോഗ്യതയില്ലാത്ത ഒരുത്തൻ കോൺഗ്രസിന്റെ MLA ആയി ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം മേനി പറയുന്നത്. ആ പുറത്താക്കിയെന്ന് അവർ പറയുന്നതിന് ശേഷവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ പ്രചരണത്തിന് വരരുത്, ഞങ്ങളുടെ പാർട്ടിയുടെ അംഗമല്ല നിങ്ങൾ എന്ന് പറയാനുള്ള ധൈര്യം ഒരൊറ്റ കോൺഗ്രസ് നേതാവിന് ഇല്ലാതെ പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ കേട്ട ആക്ഷേപങ്ങൾ എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് നേതാക്കൾക്ക് പേടിയായിരുന്നു എന്ന ആക്ഷേപമാണ് കേട്ടത്. കോൺഗ്രസ് നേതാക്കളുടെ പല കാര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം. ഒന്നോർത്ത് നോക്കൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപല്ലേ പി ജെ കുര്യന്റെ ആദ്യം എന്തായിരുന്നു പി ജെ കുര്യൻ പറഞ്ഞത്? രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കരുതെന്ന്. ഒരു 15 മിനിറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പി ജെ കുര്യന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. അതിനുശേഷം പി ജെ കുര്യൻ പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാമെന്ന്. ഇതല്ലേ കോൺഗ്രസിന്റെ നിലപാട്? ഇതല്ലേ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്? എന്ത് ധാർമ്മികതയാണ് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്? മാധ്യമങ്ങൾ വെളുപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, പ്രതിപക്ഷ നേതാവിനെ വലിയ നിലപാട് പറഞ്ഞുവെന്ന്, അല്ലെങ്കിൽ കറക്റ്റ് നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. റിനി ആൻഡ് ജോർജ് നൽകിയ പരാതിയിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA ഇന്ന് ഉണ്ടാകുമായിരുന്നില്ല. MLA ആകുന്നതിന് മുൻപാണ് ആ പെൺകുട്ടി ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പരാതി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് മേനി പറഞ്ഞത് എന്താണ്? ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുവെന്നാണ്. ഏതെങ്കിലും ഒരു പിതാവ് ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞാൽ അയാളെ പിടിച്ച് MLA ആക്കുമോ? അല്ലെങ്കിൽ അയാളെ പിടിച്ച് പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഇരുത്തുമോ? ഇല്ലല്ലോ. എന്നാൽ പ്രതിപക്ഷ നേതാവ് ചെയ്ത പണി അതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കി നിർത്തി അയാളെ MLA ആക്കി മാറ്റി ജയിപ്പിച്ചെടുത്തു എന്നതാണ് ആ പരാതിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്ത പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പരാതികൾ ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഗത്യന്തരമില്ലാതെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ പതിവ് പുച്ഛം കൊണ്ടോ പതിവ് ദേഷ്യം കൊണ്ടോ കലാപരിപാടികൾ കൊണ്ടോ നിക്കക്കള്ളിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഒടുവിൽ ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം കേരളം കണ്ട നാടകം എന്താണ്? അതിനുശേഷം കേരളം കണ്ടതല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനോ മറ്റോ ആണ് ഇയാളെ അകമ്പടി സേവിച്ച് നിയമസഭ വരെ എത്തിയത്. എന്തെങ്കിലും നടപടി അയാൾക്കെതിരെ സ്വീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ നിമിഷം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനുശേഷം പാലക്കാട്ടെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. അവിടുത്തെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആ കൂടെ പോയ നേതാക്കൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താണ് സംഭവിച്ചത്? തെരഞ്ഞെടുപ്പിന് പ്രചരണ സമയത്ത് ഇയാൾ അവിടെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തി. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് ധൈര്യം വന്നില്ല? ധൈര്യമില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും കൃത്യസമയത്ത് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. പകരം അവനെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പാലക്കാട് നിർത്തി MLA ആക്കി മാറ്റി. ആ MLA ആക്കി മാറ്റിയതിന് ശേഷവും ഈ പറയുന്ന വൃത്തികേടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയായിരുന്നു. ഒരു ദിവസം ഓർമ്മയുണ്ടോ? ഇയാൾ SUCIയുടെ സമരപ്പന്തലിൽ പോയി SUCI ആശമാർക്ക് വേണ്ടി സംസാരിച്ചത് എൻ്റെ അമ്മമാരാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത്. അതിനുശേഷം നേരെ പോയി തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിലേക്കായിരുന്നു ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. ആ പരാതിയിൽ പറഞ്ഞ ദിവസം നമ്മളന്ന് കണ്ടതാണ്, നമ്മൾ സംസാരിച്ചതാണ്. അത്രമാത്രം ക്രൂരവും അത്രമാത്രം ക്രിമിനലുമായ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അയാളുടെ ചെയ്തികളിൽ നിന്ന് കേരളത്തിൻ്റെ മുൻപിലേക്ക് അറിയപ്പെട്ട അല്ലെങ്കിൽ വെളിപ്പെട്ട കാര്യമാണ്. ഈ ഓഡിയോ
സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ട് അത് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ആർക്കെങ്കിലും എതിരെയാണ് അത്തരത്തിലൊരു ആക്ഷേപം വരുന്നതെങ്കിൽ, നമ്മുടേതല്ല ആ ശബ്ദമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തൊരു വിഷയം വന്നാൽ ആദ്യ മിനിറ്റിൽ നമ്മൾ നിഷേധിക്കില്ലേ? നമ്മൾ നിയമ നടപടി സ്വീകരിക്കില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തോ? ഇല്ലല്ലോ. ഈ മിനിറ്റ് വരെ, ഇതാ 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ്, ജനുവരി 11, 2026, ഇതുവരെ അയാൾ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അത് അയാളുടെ തന്നെയാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ആക്ഷേപങ്ങളാണ് കേട്ടിരിക്കുന്നത്. ഷീജ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വിവരം. തീർച്ചയായും മനു, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് എന്നുള്ളതാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നൽകാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. ഏതായാലും മൂന്നാമത്തെ പരാതി പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത്, ആ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, സാമ്പത്തികമായി ചൂഷണം ചെയ്തു, അതടക്കമുള്ള കാര്യങ്ങൾ, ചിത്രം നടത്തി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ആ പരാതിയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുലുമായി പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് തന്നെ അതിന്റെ മറ്റു നടപടികളിലേക്ക് കൂടി കടക്കും അന്വേഷണ സംഘം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പരാതിയുടെ പൂർണ്ണമായ ചിത്രവും അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അതീവ രഹസ്യമായിട്ടുള്ളൊരു നീക്കം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനും പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുക്കാനും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലാകുന്നു. അതും അറസ്റ്റിലാകുന്നത് സമാനമായിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഏറ്റവും ഒടുവിലെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ആദ്യ 2 പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം നേടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ കൃത്യമായ രീതിയിലുള്ള പ്ലാൻ തയ്യാറാക്കി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയത് എന്നുള്ള കാര്യമാണ്. മൂന്നാമത്തെ പരാതിയിലും നമ്മൾക്ക് സമാനമായ രീതിയിൽ തന്നെ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് രാഹുലിൽ നിന്ന് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ് ആ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഈ കേസ് ഇനിയിപ്പോൾ രാഹുലിന് മറ്റ് രക്ഷയൊന്നുമില്ല എന്നുള്ള കാര്യമാണ്. കാരണം രാഹുൽ ആദ്യ 2 കേസുകളിൽ ആ കേസുകൾ രജിസ്റ്റർ ചെയ്ത ഉടൻ തന്നെ, ആ വാർത്തകൾ പുറത്തു വന്ന ഉടൻ തന്നെ അതിൽ നിന്നും മുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും രാഹുൽ സ്വീകരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഒളിവിൽ പോകുകയും പോലീസിന്റെ ആ രഹസ്യമായ പഴുതടച്ച നീക്കം ഇല്ലായിരുന്നുവെങ്കിൽ ഈ വിദ്വാൻ ഇന്നും ഒളിവിൽ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം പരാതി കിട്ടിയത് സ്വാഭാവികമായി ഇയാൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇയാൾ മുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ തന്ത്രപരമായി പോലീസ് പൂട്ടുകയായിരുന്നു അല്ലേ? തീർച്ചയായും പഴുതടച്ചുള്ള ഒരു നീക്കം തന്നെയായിരുന്നു ഈ മൂന്നാമത്തെ രാഹുലിനെതിരായിട്ടുള്ള പരാതിയിൽ പോലീസ് നടത്തിയത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു. കാരണം ആദ്യ 2 കേസുകളിൽ നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലാണ് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ, പരാതി വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഒളിവിൽ പോയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരാതിയുടെ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഒളിവിലേക്ക് വീണ്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് ഏത് രീതിയിലും അത് തടയുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായി ഈ നീക്കങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും ഈ കേസിന്റെ കാര്യത്തിൽ പോലീസ് നടത്തിയ നീക്കം അത് പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയായിരുന്നു. അത് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് വരെ ആ ഒരു രഹസ്യ നീക്കം, ആ രഹസ്യ സ്വഭാവത്തിൽ തന്നെ പോലീസിന് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കേരള പോലീസിന്റെ ഒരു മികവെന്ന് പറയുന്നത്.